സദ്ഗുരുഭ്യോ നമ. എല്ലാവർക്കും നമസ്കാരം. തെളിഞ്ഞ് കത്തുന്ന തിരുനാളങ്ങൾ പോലെ ഐശ്വര്യപൂരിതമായ ഒരു സായാഹ്നത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നേരുന്നു എല്ലാവർക്കും നല്ല ആശംസകൾ. ഞാൻ സുകന്യ ജയറാം. 41 ദശാബ്ദങ്ങളിൽ മേൽ കഴിവറ്റ അനവധി നർത്തകന്മാരെ ഇന്ത്യൻ ശാസ്ത്രീയ നൃത്തരംഗത്ത് വാർത്തെടുത്ത ദർപ്പണ നൃത്യക്ഷേത്രയുടെ 41ാമത്തെ ഇതളാണ് നമ്മുടെ തലസ്ഥാന നഗരിയിൽ ഇന്നും നാളെയുമായി വിരിയുന്നത്. ഇതിൻ്റെ ജീവനാഡിയും ഈ സ്ഥാപനത്തിൻ്റെ സ്ഥാപകയുമായ ഗുരു ശ്രീമതി ഗീതാ കൃഷ്ണകുമാറിൻ്റെ നേതൃത്വത്തിലൂടെയും ശിക്ഷണത്തിലൂടെയുമാണ്. ടീച്ചറെക്കുറിച്ച് കൂടുതലൊന്നും പറയണ്ടെങ്കിലും 5-ാം വയസ്സിൽ നൃത്ത രംഗത്തുള്ള ഈ യാത്ര ആരംഭിച്ചു. ശ്രീമതി സരസ്വതി മൽഹോത്രയിൽ നിന്നും നൃത്തം അഭ്യസിച്ച് അടയാർ കെ ലക്ഷ്മൺ, സർവശ്രീ സുചീന്ദ്രം MM പിള്ളൈ, ഗുരു വേപ്പണ്ടി ചിന്നസത്യം, കലാമണ്ഡലം നെല്ലിയോട് വാസുവൻ നമ്പൂതിരി, കലാമണ്ഡലം വിമല ടീച്ചർ എന്നിങ്ങനെ പൂജ്യരായ ഒരുപാട് ഗുരുക്കന്മാരിൽ നിന്നുമാണ് പിന്നീട് ടീച്ചർ ശിക്ഷണം നേടിയത്. ഇതൊന്നുമല്ല, കേരള യൂണിവേഴ്സിറ്റിയിലെ യൂത്ത് ഫെസ്റ്റിവലിൽ 3 വർഷം തുടർച്ചയായി കേരള യൂണിവേഴ്സിറ്റി ഓവറോൾ ചാമ്പ്യൻ എന്ന പട്ടം മറ്റാർക്കും വിട്ടുകൊടുക്കാതെ 3 വർഷവും കരസ്ഥമാക്കിയ ടീച്ചറിൻ്റെ ആ ഒരു സമർപ്പണ മനോഭാവത്തിൻ്റെ മധുരഫലം കൂടിയാണ് ദർപ്പണ നൃത്യ ക്ഷേത്ര. ഏറെ സ്നേഹാദരവോടെ ക്ഷണിക്കുകയാണ് ഗീത ടീച്ചറിനെ. ഓം സദ്ഗുരുഭ്യോ നമഃ. ദർപ്പണ നൃത്യക്ഷേത്രയുടെ 2 ദിവസം നീണ്ടു നിൽക്കുന്ന 41ാം വാർഷികാഘോഷം സമ്പന്നമാക്കാൻ ഇവിടെ സന്നിഹിതരായിരിക്കുന്ന മാന്യജനങ്ങളുടെ പ്രാർത്ഥനയും അനുഗ്രഹവും ഞങ്ങൾക്കും എൻ്റെ വിദ്യാർത്ഥിനികൾക്കും ഉണ്ടാകണമെന്ന് അപേക്ഷിക്കുന്നു. അവരെ പ്രോത്സാഹിപ്പിക്കുക. ശ്രദ്ധേയനായ കവിയും ഗാനരചയിതാവും എഴുത്തുകാരനും മുഖ്യമന്ത്രിയുടെ മാധ്യമ ഉപദേഷ്ടാവും നമ്മുടെയെല്ലാം പ്രിയങ്കരനുമായ ശ്രീ പ്രഭാവർമ്മ, അദ്ദേഹം ഇന്ന് നമ്മോടൊപ്പമുണ്ട്. ഒരു ചെമ്പനീർ പൂവിരുത്ത് ഞാൻ ഓമലെ എന്ന ഗാനം പോലെ ഒട്ടനവധി ഹൃദയഹാരിയായ ഗാനങ്ങൾ നമുക്ക് സമ്മാനിച്ച് 2022 കവിതാ സമാഹാരമായ ശ്യാമമാധവത്തിന് ഇന്ത്യയിലെ പ്രതിഷ്ഠിത സാഹിത്യ പുരസ്കാരങ്ങളിലൊന്നായ സരസ്വതി സമ്മാൻ അദ്ദേഹം കരസ്ഥമാക്കുകയും ഇതിലൂടെ മലയാള സാഹിത്യത്തെ ദേശീയ തലത്തിലേക്ക് ഉയർത്തിപ്പിടിക്കുകയും ചെയ്ത് അദ്ദേഹത്തിനെ ആദരവോടെയും സ്നേഹത്തോടെയും വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഇന്ന് നമ്മോടൊപ്പമുള്ള മറ്റൊരു വിശിഷ്ട അതിഥി കേരള പത്രപ്രവർത്തക യൂണിയൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി KUWJ, കേരള യൂണിയൻ ഫോർ വർക്കിംഗ് ജേർണലിസ്റ്റിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയും ജനയുഗത്തിൻ്റെ എഡിറ്ററുമായ ശ്രീ സുരേഷ് എടപ്പാൾ. അദ്ദേഹത്തെ ഏറെ ആദരവോടെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ദർപ്പണ നൃത്യക്ഷേത്രയുടെ 41ാമത്തെ വാർഷിക ആഘോഷം ഭദ്രദീപം തെളിച്ച് ഉദ്ഘാടനം നിർവഹിക്കുന്നതിനായി ഏറെ ആദരവോടെ ക്ഷണിക്കുന്നു ശ്രീ പ്രഭാവർമ്മയെയും ശ്രീ സുരേഷ് എടപ്പാളെയും ഒപ്പം പ്രിയങ്കരിയായ ഗീത ടീച്ചറെയും. വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യരെ, തലസ്ഥാനത്തിന് അഭിമാനകരമായി 4 പതിറ്റാണ്ട് പിന്നിടുകയാണ് ഇവിടുത്തെ സർഗക്ഷേത്രം എന്ന് വിശേഷിപ്പിക്കാവുന്ന നൃത്തക്ഷേത്രമായ ദർപ്പണ. വിഖ്യാതയായ നൃത്ത പ്രതിഭ ശ്രീമതി ഗീതാ കൃഷ്ണകുമാറിൻ്റെ നേതൃത്വത്തിൽ നടന്നുപോരുന്ന ഈ കലാപീഠത്തിൽ നിന്ന് പഠിച്ചിറങ്ങിയവർ പല തലമുറകളിൽപ്പെട്ടവരാണ്. അവരെയൊക്കെ കലയുടെ സുവർണ ഗോപുരങ്ങളിലേക്ക് ആനയിച്ചതിന് ശ്രീമതി ഗീതാ കൃഷ്ണകുമാറിനെയും അവരോടൊപ്പമുള്ളവരെയും അഭിനന്ദിക്കുന്നതിന് ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. കലയും സാഹിത്യവും ഒക്കെ എന്തിനു വേണ്ടിയാണ് എന്ന ഒരു ചോദ്യം പലപ്പോഴും പുതിയ കാലഘട്ടത്തിൽ ഉന്നയിക്കപ്പെടാറുണ്ട്. സംഗീതം പാടില്ല, നൃത്തം പാടില്ല എന്നൊക്കെ ഉദ്ഘോഷിക്കുന്ന ഒരു മതപ്രഭാഷകൻ്റെ ഒരു പ്രഭാഷണം കഴിഞ്ഞ ചില ആഴ്ചകൾക്ക് മുമ്പ് എനിക്ക് ഒരു യൂട്യൂബിൽ കാണാൻ ഇടവന്നു. അയാൾ പറയുന്നത് സംഗീതം കേൾക്കാൻ പാടില്ല, സംഗീതത്തിന് നൃത്തത്തിനൊക്കെ കുട്ടികളെ അയക്കാൻ പാടില്ല എന്നൊക്കെയാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് എന്ന് ഞാൻ ആലോചിച്ചു. കലയെ
സംഗീതത്തെ, നൃത്തത്തെ ഒക്കെ അറിയാതെ ഇരിക്കുന്നത് കൊണ്ടാണോ? അതോ കേവലമായ ഒരു വർഗീയ വികാരത്താൽ പ്രേരിതം ആയിട്ട് ആണോ? ഏതായാലും ഈ കലാരൂപങ്ങൾ സത്യത്തിൽ ഇപ്പോൾ പാട്ട് കേൾക്കുന്നില്ലെങ്കിൽ നമുക്ക് ജീവിക്കാൻ പറ്റില്ലേ? ഒരു നൃത്തം അതിൻ്റെ സമസ്ത സൗകുമാര്യങ്ങളോടെയും കാണുന്നില്ലെങ്കിൽ നമുക്ക് ജീവിക്കാൻ പറ്റില്ലേ? ജീവിക്കാം. പക്ഷേ അത് ഒരു മൃഗ സമാനമായ ജീവിതമാകുന്നതേ ഉള്ളൂ. ഒരു മൃഗം നൃത്തം ആസ്വദിച്ചിട്ടോ സംഗീതം ആസ്വദിച്ചിട്ടോ ഒന്നുമല്ല ജീവിക്കുന്നത്. കേവലം ഒരു നരവർഗ ജന്തുവായി ജീവിച്ചു മരിച്ചാൽ മതിയെങ്കിൽ അതൊക്കെ മതി. പക്ഷേ അതിനപ്പുറത്ത് ഈ ജീവിതത്തെ ജീവിതയോഗ്യമാക്കുന്നതിന്, ജീവിതത്തെ അർത്ഥപൂർണമാക്കുന്നതിന്, മനുഷ്യനെ മനുഷ്യനാക്കി തീർക്കുന്നതിന് ഇതുപോലെയുള്ള പലതും വേണം. വൈലോപ്പിള്ളി മാഷാണ് പറഞ്ഞിട്ടുള്ളത്, പോരുമിത്തിരി മെയ്യിന് സർവം പോര മാനുഷ സത്ത പുലർത്താൻ. ഈ മെയ്യിൻ്റെ, ഈ ശരീരത്തിൻ്റെ ലൗകികമായ ഭൗതികമായ ആവശ്യങ്ങൾക്ക് കുറച്ചൊക്കെ ഉണ്ടായാൽ മതിയാവും. എന്നാൽ സർവം പോര മാനുഷ്യസത്ത പുലർത്താൻ. ഈ മാനുഷ്യസത്ത എന്നൊന്നുണ്ട്. ആ മാനുഷ്യസത്ത നമ്മുടെ ഉള്ളിൽ പുലരുമ്പോൾ മാത്രമാണ് നമ്മൾ യഥാർത്ഥത്തിൽ മനുഷ്യരാകുന്നത്. നമ്മളെക്കുറിച്ച് സ്കൂളിലൊക്കെ പഠിച്ചിട്ടുള്ളത് ഹോമോസാപ്പിയൻ എന്നാണ്. ഹോമോസാപ്പിയൻ എന്ന് പറഞ്ഞ ഒരു നരവർഗ ജന്തുവാണ്. ഈ നരവർഗ ജന്തുവിനെ, ഒരു ഹോമോസാപ്പിയനെ ഒരു ഹ്യൂമൻ ബീയിങ് ആക്കുന്നതിന്, ഒരു മനുഷ്യനാക്കി മാറ്റുന്നതിന് എന്തൊക്കെ വേണമെന്ന് ആലോചിക്കുമ്പോഴാണ് സർവം പോലെ മനുഷ്യ സത്ത പുലർത്താൻ എന്ന് പറയുന്നതിനർത്ഥമുണ്ടാവുന്നത്. അവിടെ നൃത്തം വേണം, പാട്ട് വേണം, ഒരു പൂനിലാവ് കാണുമ്പോൾ മനസ്സിലൊരു ചലനമുണ്ടാവണം, ഒരു കുളിരരുവിയുടെ കളകള ശബ്ദം കേൾക്കുമ്പോൾ മനസ്സിലൊരു ആന്തോളനമുണ്ടാവണം, ഒരു പൂവ് പുഞ്ചിരിക്കുന്നത് കാണുക, ഒരു കുഞ്ഞു പുഞ്ചിരിക്കുന്നത് കാണുക, ഒരു ശലഭത്തിൻ്റെ പിന്നാലെ പോവുക, ഒരു പൂത്തുമ്പിയുടെ പിന്നാലെ പോവുക. ഇതൊക്കെ കൂടി കഴിയുമ്പോഴാണ്, ഇതൊക്കെ കൂടി ആവുമ്പോഴാണ് സത്യത്തിൽ സഹജാതരോടാകെ, ഒരു ശലഭത്തോടോ പൂവിനോടോ ഒക്കെ തോന്നുന്ന സ്നേഹത്തിൻ്റെ സ്വാഭാവികമായ ഒരു എക്സ്റ്റൻഷനാണ് സഹജാതരോടാകെയുള്ള സ്നേഹമായിട്ട് നമ്മുടെ മനസ്സിൽ രൂപപ്പെടുന്നത്. ആ വിധത്തിലുള്ളൊരു സ്നേഹം ഉണ്ടാകുമ്പോഴാണ് നമ്മൾ മനുഷ്യരാകുന്നത്. അങ്ങനെ മനുഷ്യരെ മനുഷ്യനാക്കുന്നതിന് എന്തൊക്കെ വേണം എന്ന് ആലോചിക്കുമ്പോഴാണ് ഈ വിധത്തിൽ കലാരൂപങ്ങളൊക്കെ ആവശ്യമാണ് എന്ന് വരുന്നത്. ഒരു കലാകാരൻ അല്ലെങ്കിൽ ഒരു കലാകാരി ഒരു ക്രിമിനലാവുകയില്ല ഒരിക്കലും. നമ്മുടെ കുഞ്ഞുങ്ങളെ പാട്ടിലേക്ക് തിരിച്ചുവിട്ടാൽ, നമ്മുടെ കുഞ്ഞുങ്ങളെ നൃത്തത്തിലേക്ക് തിരിച്ചുവിട്ടാൽ നമുക്കുറപ്പായും പറയാൻ പറ്റും, ഒരു ക്രിമിനലാവുകയില്ല. ഈ പുതിയ കാലഘട്ടത്തിൽ ഒരു ക്രിമിനലിനെ രൂപപ്പെടുത്താൻ വേണ്ട എല്ലാ സാമൂഹ്യ സാഹചര്യങ്ങളും അങ്ങനെ ഒരുങ്ങി നിൽക്കുന്നുണ്ട്. അതിനെയൊക്കെ വകഞ്ഞു മാറ്റിക്കൊണ്ട് നല്ലവളായി ജീവിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പം സാധ്യമാകുന്നൊരു കാര്യമല്ല. അങ്ങനെ നല്ലവനായി ജീവിക്കുക, നല്ലവളായി ജീവിക്കുക, അവിടെയാണ് ഇതുകൂടി ആവശ്യമാണ് ആവുന്നത്. മാൻ ലിവ്സ് നോട്ട് ബൈ ബ്രെഡ് അലോൺ എന്ന് പറയും. ആഹാരം കൊണ്ട് മാത്രമല്ല മനുഷ്യൻ കഴിയുന്നത്, പിന്നെയോ മറ്റ് ചിലതുകൂടി വേണം. ആ മറ്റു ചിലതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ സംഗീതവും നൃത്തവും ഒക്കെയാണ്. നൃത്തം ആണെങ്കിൽ, നൃത്തത്തെക്കുറിച്ച് മാളവികാഗ്നിമിത്രത്തിൽ കാളിദാസൻ പറയുന്നുണ്ട്, നാട്യം ഭിന്നരുചിർജനസ്യ ബഹുധാപ്യേകം സമാരാധനം എന്ന്. ഭിന്നരുചികളാണ് മനുഷ്യർ. ചിലർക്ക് നിറങ്ങളിലാണ് ഇഷ്ടം, ചിലർക്ക് താളങ്ങളിലാണ് ഇഷ്ടം, ചിലർക്ക് ഈണങ്ങളിലാണ് ഇഷ്ടം, ചിലർക്ക് ചലനങ്ങളിലാണ് ഇഷ്ടം, ചിലർക്ക് പാട്ടിലാണ് ഇഷ്ടം. എന്നാൽ ഇങ്ങനെ ഭിന്നരുചികളുടേതായ ഈ ലോകത്തിൽ, ഈ ഭിന്നരുചികളായ സമൂഹത്തിനാകെ തന്നെ, വ്യത്യസ്ത അഭിരുചികളുള്ള സമൂഹത്തിനാകെ തന്നെ ഒരേപോലെ തൃപ്തികരമാകുന്നത് നൃത്തത്തിൻ്റെ മുമ്പിൽ വന്നിരിക്കുമ്പോഴാണ്. അതിൽ താളമുണ്ട്, അതിൽ ഈണമുണ്ട്, അതിൽ പാട്ടുണ്ട്, അതിൽ വർണ്ണമുണ്ട്, അതിൽ നിറമുണ്ട്, വലിയൊരു പൊലിമയുണ്ട്. നൃത്തവേദിയിൽ നിന്ന് ഒരു കുട്ടി നൃത്തമാടുമ്പോൾ അവൾ സത്യത്തിൽ ഈ ലോകത്തെ ആകെ വിസ്മരിക്കുകയാണ്. സങ്കടനിർഭരമായിട്ടുള്ള ഈ ലോകത്തെ ആകെ വിസ്മരിക്കുകയാണ്. ആ കുട്ടിയുടെ മനസ്സിലൊരു വലിയ വസന്തം പൂത്തുലയുകയാണ്. ഈ ജീവിതത്തിൻ്റെ യാതനാപൂർണമായ മുഹൂർത്തങ്ങളിൽ നിന്നൊക്കെ ഒന്ന് അവധിയെടുത്ത് മാറി നിന്ന് നമ്മുടെ ഒരു മനസ്സിൻ്റെ വസന്തത്തെ ആഘോഷിക്കാൻ ഇതുപോലെ ഉള്ള ചിലതല്ലാതെ മറ്റെന്താണുള്ളത്? അങ്ങനെ മനുഷ്യനായിരിക്കാൻ വേണ്ടതെന്താണോ അതൊക്കെ തന്നെ പകർന്നു തരുന്ന ഒരു ശ്രേഷ്ഠ കലാരൂപത്തിൻ്റെ മേഖലയിലേക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ ഉയർത്തുന്ന മഹത്തായ ഒരു സ്ഥാപനമാണ് ദർപ്പണ. മഹാകവി കുമാരനാശാനാണ് പറഞ്ഞത്, ഏകാന്തം വിഷം അമൃതാക്കിയും വെറും പാഴാകാശങ്ങളിൽ അലർവാടിയ രചിച്ചും ലോകാനുഗ്രഹപരയായും കലേ നിൻ ശ്രീകാൽത്താരിനെ അടിയങ്ങൾ കുമ്പിടുന്നു എന്ന്. ഏകാന്തമാകുന്നത് ഒരു വിഷമാണ്. ഒറ്റയ്ക്ക് പോയി ഒരു മൂലയിലിരിക്കുക എന്ന് പറയുന്നത് വിഷമയമായ ഒന്നാണ്. ആ ഏകാന്തമാകുന്ന വിഷത്തെ അമൃതാക്കി മാറ്റുക,
പാഴായിപ്പോകുന്ന വന്ധ്യമായി പോകുന്ന ആകാശങ്ങളിലൊക്കെ അലർവാടികൾ പൂവാടികൾ സൃഷ്ടിക്കുക. അങ്ങനെ ലോകാനുഗ്രഹപരയായിരിക്കുക, ലോകത്തിനാകെ ബ്ലെസ്സിങ് എന്ന നിലയിൽ പ്രവർത്തിക്കുക. അങ്ങനെ ആയിരിക്കുന്ന കലയെ സംബോധന ചെയ്തുകൊണ്ടാണ് പറയുന്നത്, നിൻ ശ്രീകാൽ താരിണി അടിയങ്ങൾ കുമ്പിടുന്നു, ഞങ്ങൾ നിന്നെ കുമ്പിടുന്നു എന്ന് പറയുന്നത്. ആ വിധത്തിലുള്ള ശ്രേഷ്ഠതരമായ ഒന്ന്, ജീവിതത്തെ ജീവിതവ്യമാക്കുന്ന, ജീവിതയോഗ്യമാക്കി മാറ്റുന്ന ഒന്ന്, അതാണ് സംഗീതത്തിൻ്റെ, നൃത്തത്തിൻ്റെ ഒക്കെ ആത്യന്തികമായ ധർമ്മം. ആ ധർമ്മം വളരെ ശ്രേഷ്ഠതരമായ വിധത്തിൽ അനുഷ്ഠിച്ചു പോരുന്നത് കൊണ്ടാണ് 40-41 വർഷമായിട്ട് ഈ വിധത്തിൽ കലയ്ക്ക് വേണ്ടി സമർപ്പിതമായ നിലയിൽ ദർപ്പണ എന്ന മഹത് സ്ഥാപനം ശ്രീമതി ഗീതാ കൃഷ്ണകുമാറിൻ്റെ നേതൃത്വത്തിൽ ഇവിടെ നടന്നു പോരുന്നത്. ഈ സ്ഥാപനത്തിന് എല്ലാവിധ ഭാവുകങ്ങളും തുടർന്ന് ഉള്ള ഘട്ടത്തിൽ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഇവിടെ പഠിച്ച് ഇറങ്ങുന്ന കുഞ്ഞുങ്ങൾക്ക് വളരെ ഭാസുരമായൊരു ഭാവി ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഈ വേദിയിൽ അവരുടെ നൃത്യങ്ങൾ ഇനി അവതരിപ്പിക്കപ്പെടാൻ പോവുകയാണ്. ആ കുട്ടികളോടൊരു വാക്കുകൂടി പറയണമെന്ന് തോന്നുന്നു. ഇതൊക്കെ കേവലം ഒരു മ്യൂസിയം പീസ് എന്ന രീതിയിൽ പഠിച്ച് മറക്കുക അല്ല വേണ്ടത്. യൂണിവേഴ്സിറ്റി യുവജനോത്സവം ഉണ്ടാവും. ആ യുവജനോത്സവത്തിൽ ഒരു പോയിൻ്റ്, ഒരു മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു മാധ്യമം, ഒരു ഉപകരണം എന്ന രീതിയിലല്ല ഇതിനെ കാണേണ്ടത്. കോളേജ് പഠനം കഴിയുന്ന നിമിഷത്തിൽ തന്നെ ആദ്യം താഴെ വെക്കേണ്ട ഒന്ന് എന്ന രീതിയിലല്ല ഇതിനെ കാണേണ്ടത്. ഇതിനെ നിങ്ങളുടെ ജീവിതത്തിലുടനീളം കൊണ്ടുപോകാൻ കഴിയണം. പുതിയ കുട്ടികളെ ഇതിലേക്ക് ആകർഷിച്ച് ആനയിക്കാൻ കഴിയണം. അങ്ങനെ ജീവിതത്തെ ഒരു നൃത്തമാക്കി മാറ്റിയെടുക്കാൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ ചടങ്ങ്, ഈ കലാസന്ധ്യ സന്തോഷപൂർവ്വം ഉദ്ഘാടനം ചെയ്യുന്നു. നന്ദി, നമസ്കാരം. പ്രിയപ്പെട്ടവരെ, ഞാൻ ഈ വേദിയിൽ വിശിഷ്ടാതിഥിയൊന്നുമല്ല, ഒരു എളിയ മാധ്യമപ്രവർത്തകനാണ്. ഈ വേദിയിൽ സംഗമിക്കും നോക്കൂ. ഒരു ഭാഗത്ത് കലയ്ക്ക് വേണ്ടി സമർപ്പിച്ച ജീവിതം, 4 പതിറ്റാണ്ടിലേറെക്കാലം. ആ ധന്യമായ മുഹൂർത്തത്തെ അതിധന്യമാക്കുകയാണ് പ്രഭാ വർമ്മ സാറിൻ്റെ ഈ വേദിയിലെ സാന്നിധ്യം. അതിന് കാഴ്ചക്കാരാവാൻ കഴിഞ്ഞതിൽ നമ്മൾക്ക്, എനിക്കും നിങ്ങൾക്കുമൊക്കെ സന്തോഷിക്കാം. നൃത്തത്തിനും സംഗീതത്തിനുമൊക്കെ വാക്കുകളുടെ തമ്പുരാൻ്റെ നല്ല വാക്കുകൾ നമ്മളിവിടെ കേട്ടു. സോ സല്യൂട്ട് യു ബോത്ത് ലെജൻസ്. 2 ലെജൻസിനും സല്യൂട്ട് ചെയ്യുകയാണ്. ഈ ദർപ്പണം എന്ന് പറയുമ്പോൾ അത് കണ്ണാടിയാണ്. നേരത്തെ പറഞ്ഞു, നമ്മുടെ ആങ്കർ പറഞ്ഞു, കലർപ്പില്ലാതെ പച്ചയായി നൃത്തത്തെ തലമുറകളിൽ നിന്ന് തലമുറകളിലേക്ക് കൈമാറുന്ന ഒരു മഹാസബര്യ. ചെറുതല്ല. ഇതിൻ്റെയൊക്കെ തന്നെ ഭാഗമാകാൻ എനിക്ക് അവസരം തന്നത് ശ്രീ വിനു കിരിയത്താണ്. ഞാൻ മലപ്പുറം ജില്ലയിലെ എടപ്പാൾ സ്വദേശിയാണ്. മലപ്പുറവുമായിട്ട് വിനുവിൻ്റെ ഒരു ബന്ധമുണ്ട്. അദ്ദേഹം ചെയ്തൊരു സിനിമ 1994 തോന്നുന്നു, അതെ, മലപ്പുറം ഹാജി മഹാനായ ജോജി എന്നൊരു സിനിമ ചെയ്തിരുന്നു. ഒരുപക്ഷെ ഇവിടെ തിരുവനന്തപുരത്ത് ഇരുന്ന് മലപ്പുറത്തെ ഒരു പ്ലോട്ട് ഉണ്ടാക്കി അദ്ദേഹം ചെയ്ത ആ സിനിമ, അന്ന് മുതൽ അദ്ദേഹത്തിൻ്റെ ആ കഥാവൈഭവത്തെ ഞാൻ വളരെ കൗതുകത്തോടു കൂടി രസത്തോടു കൂടിയും കണ്ടിരുന്നു. അദ്ദേഹമാണ് ഈ ചടങ്ങിലേക്ക് വരാനും നിങ്ങളോടൊക്കെ 2 വാക്ക് പറയാനും പത്രപ്രവർത്തക യൂണിയൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ എന്നെ ഈ ചടങ്ങിലേക്ക് ക്ഷണിച്ചത്. തുടരട്ടെ അനുസ്യൂതമായിട്ട്. തീർച്ചയായും ഇതൊരു വലിയ ചടങ്ങാണ്. ഇതിൽ വന്ന് 2 വാക്ക് പറയാനും നിങ്ങളെയൊക്കെ കാണാനും പ്രഭാ വർമ്മ സാറുടെ കൂടെ, ഗീത ടീച്ചറുടെ കൂടെയൊക്കെ തന്നെ ഈ വേദിയിൽ ഭാഗമാകാനും കഴിഞ്ഞതിൽ ഞാൻ സന്തോഷിക്കുന്നു. എല്ലാ ഭാവുകങ്ങളും നേരുന്നു. നന്ദി, നമസ്കാരം. ഇവിടെ നമ്മുടെ ക്ഷണം സ്വീകരിച്ചെത്തിയിരിക്കുന്ന വിശിഷ്ട അതിഥികൾക്കുള്ള സ്നേഹോപഹാരം നൽകുന്നതിനായി ക്ഷണിക്കുന്നു ഗീത ടീച്ചറെ. ആദ്യം ഉപഹാരം നൽകുന്നത് ശ്രീ പ്രഭാ വർമ്മ സാറിനാണ്. താങ്ക് യു സർ. ഇനി അടുത്ത ഉപഹാരം നൽകുന്നത് ശ്രീ സുരേഷ് എടപ്പാൾ സാറിനാണ്. നന്ദി സർ. നമ്മോടൊപ്പം ഇന്ന് മറ്റൊരു വിശിഷ്ട അതിഥി കൂടി എത്തിയിരിക്കുകയാണ്. പ്രശസ്ത ചലച്ചിത്ര സംവിധായകനും നിർമ്മാതാവുമായ ശ്രീ വിജി തമ്പി. അദ്ദേഹത്തെ ഏറെ ആദരവോടെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ഇന്ന് ഇവിടെ ദർപ്പണയിൽ നിന്നും നൃത്തം പഠിച്ച കുട്ടികൾ അവരുടെ സ്കൂളുകളിൽ ഓരോ മത്സര ഇനങ്ങളിൽ സമ്മാനാർഹരായവർക്കുള്ള സമ്മാന ദാനം കൂടി ഇന്നിവിടെ നടക്കുന്നുണ്ട്. ഈ കുട്ടികൾക്കുള്ള സമ്മാനം നൽകുന്നതിനായി വിജി തമ്പി സാറിനെ ക്ഷണിക്കുകയാണ്. പാർവണ സംഗീത്.
കീർത്തന ദിനേശ്, ജ്വാല നായർ. ഇനി ദർപ്പണയിൽ 5 വർഷമായി തുടർന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്കുള്ള കോഴ്സ് കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് ആണ് ഇവിടെ കൊടുക്കുന്നത്. ആദ്യമായി ഈ സർട്ടിഫിക്കറ്റ് സ്വീകരിക്കാൻ വരുന്നത് ഡോക്ടർ കവിത കെ, ഡോക്ടർ മായ മേനൻ, ജെൻസി ഫിലിപ്പ്, ലക്ഷ്മി ആർ കൃഷ്ണൻ, ഉമാദേവി, ഗായത്രി എ എസ്, ഗൗരി എ എസ്. താങ്ക് യു സർ. നമ്മുടെ പ്രിയങ്കരനായ ചലച്ചിത്ര സംവിധായകൻ ശ്രീ വിജി തമ്പി, അദ്ദേഹത്തിൽ നിന്ന് നമുക്ക് കുറച്ച് വാക്കുകൾ തീർച്ചയായും കേൾക്കേണ്ടതുണ്ട്. എല്ലാവർക്കും വിനീതമായ നമസ്കാരം. ഭാരതീയ സംസ്കാരം എന്ന് പറയുന്നത് കലകളിൽ അധിഷ്ഠിതമാണ്. പക്ഷേ ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ പലർക്കും കലകളിലോ അല്ലെങ്കിൽ അതുപോലെ സാഹിത്യത്തിലോ ഒന്നും ശ്രദ്ധിക്കാൻ ഇന്നത്തെ കുട്ടികൾക്ക് കഴിയുന്നില്ല. കാരണം വിദ്യാഭ്യാസ സമ്പ്രദായത്തിൻ്റെ ഒരു തകരാറാണത്. അതുകൊണ്ട് തന്നെ പലരും ഇതിൽ നിന്നില്ല ഒഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നു. എങ്കിലും ചില പ്ലസ് മാർക്ക് കിട്ടും, ചില സമ്മാനങ്ങൾ കിട്ടുമെന്ന് പറഞ്ഞിട്ട് ചില ഇൻസ്റ്റൻ്റായിട്ടുള്ള ചില കലാപരിപാടികൾ അവതരിപ്പിച്ച് ആ പ്രൈസ് വാങ്ങിക്കാൻ വേണ്ടി മാത്രമാണ് പലരും ഇന്ന് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ നിന്ന് മാറി ഇത് അടിസ്ഥാനത്തോടുകൂടി ഈ കലകൾ അഭ്യസിക്കുന്ന ആ കുട്ടികൾക്ക് അവർ മുതിർന്നു വരുമ്പോൾ തീർച്ചയായിട്ടും അവരിലെ കലാകാരന്മാർക്ക് അതിൻ്റേതായ ഉയർച്ച എല്ലാ രീതിയിലും ലഭിക്കും. ഈശ്വരാനുഗ്രഹവും ഉണ്ടാവും. എന്തായാലും ദർപ്പണ ഇങ്ങനൊരു വലിയ കാര്യം കഴിഞ്ഞ വർഷങ്ങളായിട്ട് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇനിയും ഒരുപാട് കുട്ടികളെ ഈ രംഗത്തേക്ക് കൊണ്ടുവരാൻ ദർപ്പണയെ കഴിയട്ടെ. എല്ലാ വിജയങ്ങളും ദർപ്പണയ്ക്കും അതിൽ പ്രവർത്തിക്കുന്നവർക്കും അതിൽ പഠിച്ച് പുറത്തു വരുന്ന എല്ലാ കുഞ്ഞുങ്ങൾക്കും നേരുന്നു. നന്ദി, നമസ്കാരം. താങ്കളുടെ എല്ലാ സ്നേഹവാക്കുകൾക്കും നന്ദി സർ. ദർപ്പണയുടെ പേരിലുള്ള സ്നേഹ ഉപഹാരം വിജി തമ്പി സാറിന് നൽകുന്നതിനായി ക്ഷണിക്കുന്നു ഗീത ടീച്ചറിനെ. ഈ ഉപഹാരം ഏറ്റുവാങ്ങുന്നതിനായി വിജി തമ്പി സാർ. താങ്ക് യു സർ.